കൊടും കുറ്റവാളി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തുകടക്കാൻ ശ്രമം നടത്തിയത് കേരളക്കരയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. എന്നാൽ ഈ ജയിൽ ചാട്ടത്തിന് ഗോവിന്ദചാമിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതും ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇത് സംബന്ധിച്ച് ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജയിലിൽ നിന്നും പുറത്തു കടക്കാൻ ഗോവിന്ദചാമിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ജയിൽ ചാട്ടത്തിന് ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവുകളില്ല. സെല്ലിൽ തുണിയെത്തിയതിൽ ആശയക്കുഴപ്പമുണ്ട്. ഗോവിന്ദചാമിയുടെ ഇടതു കൈക്ക് അസാമാന്യ കരുത്തുണ്ട്. അഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. മാസങ്ങളുടെ ആസൂത്രണത്തിന് ശേഷമാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. 28 ദിവസത്തോളം എടുത്താണ് സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയത് എന്നാണ് വിവരം. ജയിൽ ചാടിയ ഗോവിന്ദചാമിക്കായി പോലീസ് വ്യാപക തെരച്ചിലാണ് ആരംഭിച്ചിരുന്നത്. നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തളാപ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നുമാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. നിലവിൽ ഗോവിന്ദചാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗോവിന്ദചാമി പുറത്തു ചാടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സെല്ലിലെ കമ്പിയുടെ താഴ്ഭാഗം മുറിച്ചു മാറ്റിയ ശേഷം ആ വിടവിലൂടെ നിരങ്ങി പുറത്തിറങ്ങുന്നത് ദൃശ്യങ്ങളിലുണ്ട്. സെല്ലിന് പുറത്തിറങ്ങിയതിനു ശേഷം 3 തവണയെ തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുക്കുന്നതും കാണാം. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെയും സഹതടവുകാരുടെയും മൊഴിയെടുത്തിരുന്നു. ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന 10-ാം നമ്പർ ബ്ലോക്കിലുള്ള തടവുകാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ജയിൽ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണവും പൂർത്തിയായിട്ടുണ്ട്. ഉത്തരമേഖല DIG വിജയകുമാറാണ് അന്വേഷണം നടത്തിയത്. സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്കെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. എന്നാൽ ഗോവിന്ദചാമി ജയിൽ ചാടിയതിൽ പല ന്യായങ്ങളാണ് നിരത്തിയത്. പരോളില്ല, നല്ല ഭക്ഷണമില്ല, ജയിൽ ജീവിതം മടുത്തു. ജയിൽ ചാട്ടത്തിന്റെ കാരണം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. 3 തവണ ജയിൽ ചാടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. 15 വർഷമായി ജയിലിൽ കിടക്കുന്നു. ബലാത്സംഗം മാത്രമാണ് ചെയ്തത്. ഒരു തവണ പോലും പരോൾ അനുവദിച്ചില്ല എന്നാണ് ഗോവിന്ദചാമി പറഞ്ഞത്. ഗോവിന്ദചാമി ആവശ്യങ്ങളും പരാതികളും പോലീസിന് മുന്നിൽ നിരത്തി. ഇരുമ്പഴി മുറിക്കാൻ ഉപയോഗിച്ച അരം 3 വർഷം മുൻപ് ജയിലിലെ മരപ്പണിക്കാരുടെ പക്കൽ നിന്നും മോഷ്ടിച്ചതാണെന്നും ഗോവിന്ദചാമി മൊഴി നൽകി. ഇത് സെല്ലിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കനത്ത മഴയുള്ള ഒരു രാത്രി ജയിൽ ചാട്ടത്തിന് തിരഞ്ഞെടുത്തതിൽ ഈ ആസൂത്രണമുണ്ട്. ജയിൽ ചാട്ടം സുഗമമാക്കാൻ തടി കുറയ്ക്കാനും ഇയാൾ ശ്രദ്ധിച്ചിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. വ്യാഴാഴ്ച രാത്രി സെല്ലിനുള്ളിൽ രാത്രി 1 മണി വരെ ഗോവിന്ദചാമി മൂടി പുതച്ച കിടന്നുറങ്ങുന്നുണ്ടായിരുന്നുവെന്നാണ് വാർഡൻ പറയുന്നത്. എന്നത്തെയും പോലെ ചുവരിനോട് ചേർന്നു തന്നെയായിരുന്നു കിടത്തം. ഇതിനിടെ 10-ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല എന്ന പരാതി വന്നിരുന്നു. പിന്നാലെയാണ് വാർഡൻ സെല്ലിനടുത്തെത്തി ടോർച്ച് അടിച്ചു നോക്കിയത്. ഗോവിന്ദചാമി പതിവ് ശൈലിയിൽ പുതച്ചുമൂടി അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. മുൻപ് പുറത്തു വന്നിരുന്ന ചിത്രങ്ങളിൽ കണ്ടിരുന്നതിനേക്കാൾ മെലിഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ പിടിയിലായ ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങൾ. ഇയാൾ ഏതാണ്ട് പകുതിയോളം ഭാരം കുറച്ചിരുന്നു എന്നാണ് സൂചന. ജയിലിൽ ചാടാൻ വേണ്ടി ഭക്ഷണം ക്രമീകരിച്ചതിലൂടെയാണ് ഈ ശരീരപ്രകൃതിയിലേക്ക് ഗോവിന്ദചാമി എത്തിയതെന്നാണ് വിവരം. മനഃപൂർവ്വം ഭക്ഷണം ചുരുക്കിയും ചില നേരത്ത് കഴിക്കാതെയിരുന്നും ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു. കമ്പികൾക്കിടയിലൂടെ നൂഴ്ന്നിറങ്ങാനുള്ള സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ നീക്കം. ദീർഘനാളെ ചോറ് കഴിച്ചിരുന്നില്ല, പകരം ചപ്പാത്തി കഴിച്ചു. ഇതിന് ഡോക്ടറിൽ നിന്നുള്ള അനുവാദവും ലഭിച്ചിരുന്നുവെന്നാണ് വിവരം. തുണി ഉപയോഗിച്ചുകൊണ്ടാണ് ജയിലിന്റെ 2 മതിലുകൾ ചാടിക്കടന്നത്. ഇതിനായി ജയിലിൽ പലരും ഉണക്കാനിട്ടിരുന്ന താരതമ്യേന നീളം കൂടിയ ബെഡ്ഷീറ്റുകൾ ഉൾപ്പെടെ ഇയാൾ സംഘടിപ്പിച്ചിരുന്നു. ജയിലിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഹാക്സോ ബ്ലേഡ് തന്ത്രത്തിൽ കൈക്കലാക്കി. അതുപയോഗിച്ചാണ് താഴെ നിലയിലുള്ള കമ്പി അറുത്തത്. കഴിഞ്ഞ 1 മാസമായി രാത്രി ഈ കമ്പികൾ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത്രേ. ഇത്തരത്തിൽ ഏറെ ആസൂത്രണത്തോടെയാണ് ഗോവിന്ദചാമി ജയിലിൽ കടക്കാൻ ശ്രമിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.